മറ്റൊരു വാർത്ത, പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കവേ സുപ്രധാന നീക്കവുമായി റഷ്യ രംഗത്ത് വരികയാണ്. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന റഷ്യ ഇറാൻ അമേരിക്ക ചർച്ചകളിലെ സ്തംഭനത്തിനിടെ ഇറാനുമായും ചർച്ച നടത്തി. ആണവ വിഷയത്തിലെ പരിഹാരവും ഹോർമുസ് പ്രതിസന്ധിയും ഇറാനും റഷ്യയും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ചു. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യയുടെ ഈ ഇടപെടൽ. അത് ഏറെ പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, പക്ഷേ ഇതിന് അമേരിക്ക ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അമേരിക്ക നേരത്തെയും റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാമെന്ന് പറയുകയും വേണമെങ്കിൽ ഇറാൻ്റെ ആണവ വിഷയങ്ങളിലടക്കം പരിഹാരമുണ്ടാക്കുകയും അവരുടെ പക്കലുള്ള അത്തരത്തിലുള്ള യുറേനിയം അടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ സംഭരിച്ചു വെക്കാമെന്ന് പറയുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അത് അമേരിക്ക ഒരു തരത്തിലും സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ പുതിയ നീക്കം ഏത് തരത്തിൽ എങ്ങനെയൊക്കെ ഈ ചർച്ചകളെ സഹായിക്കും എന്നത് കാത്തിരുന്ന് കാണണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്, നമുക്കറിയാം പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചതും ഇസ്രായേലിനൊപ്പം കാര്യമായി നിൽക്കുന്നതും അമേരിക്കയാണ്. വലിയ ആക്രമണങ്ങൾ ഇറാനിലേക്കും മറ്റും നടത്തുന്നത് സംയുക്തമായാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിൽ ഒരു ആയുധ കച്ചവടത്തിലേക്ക് കൂടി അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ആകെത്തുക. 72,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രായേൽ അടക്കമുള്ള UAE അടക്കമുള്ള ഖത്തർ അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ അമേരിക്ക വിൽക്കുന്നത്. അതായത് $8.6 ബില്യൺ, 72,000 കോടി രൂപയുടെ ആയുധങ്ങൾ അമേരിക്ക ഈ തക്കം നോക്കി വിൽക്കുകയാണ്. അവരുടെയൊക്കെ സുരക്ഷിതത്വം പരിഗണിച്ചാണ് ഈ വിൽപ്പന എന്നൊക്കെ പറയുമെങ്കിൽ പോലും വളരെ കൃത്യമായി നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നിരവധി ആയുധ കമ്പനികൾ അമേരിക്കയിലുണ്ട്. ട്രംപിൻ്റെ മക്കളൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഈ കമ്പനികളുടെ ആയുധങ്ങൾ പോലും ഈ ഒരു ഗ്യാപ്പിൽ ട്രംപ് വിറ്റഴിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായി കാണേണ്ട ഒന്നാണ്. ഇറാൻ സംഘർഷത്തിൽ 3 ആഴ്ചയായി വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ സൈനിക സന്നാഹം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് US-ൻ്റെ ഈ നീക്കം എന്ന് അറിയണം. നമുക്കറിയാം ഇസ്രായേലിന് അമേരിക്ക ആയുധ വിൽപ്പന പണം നൽകിയല്ല, മറിച്ച് അമേരിക്കയുടെ നികുതി പണം ഉപയോഗിച്ച് ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുക എന്നുള്ള രീതിയാണ് പിന്തുടർന്നു വരുന്നത്. അത് വലിയ എതിർപ്പ് അമേരിക്കയിലും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഖത്തർ, UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ഒപ്പം കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ആയുധം നൽകുന്നത് പണം ഈടാക്കിയാണ്. വലിയ തോതിലുള്ള പണമാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഈടാക്കുന്നത് എന്ന് പ്രധാനമാണ്. ഇതിപ്പോൾ വിനോദ്, അമേരിക്കയുടെ ഈ ഒരു തന്ത്രം അത് വളരെ പ്രധാനമാണല്ലോ. ഇത് ഒരു യുദ്ധം പോലും വിറ്റ് മുതലാക്കുക എന്ന തരത്തിലുള്ള നീക്കം. ട്രംപിൻ്റെ താല്പര്യങ്ങൾ നിരവധിയാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമുണ്ട്. വലിയ നഷ്ടം ഇത്തരം കാര്യങ്ങളിലൂടെ പരിഹരിക്കുക എന്നുള്ളത് കൂടി ട്രംപിൻ്റെ ലക്ഷ്യമായിരിക്കാം അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ വശങ്ങൾ പരിശോധിച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞു, കടൽ കൊള്ളക്കാരെ പോലെയാണ് അമേരിക്ക പെരുമാറുന്നതെന്ന് ട്രംപ് തന്നെ പറയുന്നു. കാരണം അവിടെയും ലക്ഷ്യം ഇറാൻ്റെ എണ്ണയാണ്, അവിടുന്ന് വരുന്ന മറ്റ് ഉൽപ്പന്നങ്ങളാണ്. ഇതെല്ലാം തന്നെ കൊള്ളയടിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നു. ഇതൊരു വലിയ വരുമാന മാർഗമാണെന്ന് അഭിമാനത്തോടു കൂടി ട്രംപ് പറയുന്നു. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആയുധ കച്ചവടം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഒരു ശരാശരി സംസ്ഥാനത്തിൻ്റെയൊക്കെ വാർഷിക ബഡ്ജറ്റിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 1/3 ഒക്കെ വരുന്ന തരത്തിലുള്ളൊരു തുകയ്ക്ക് ഈ വലിയ യുദ്ധമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് പോലും ഈ സംഘർഷത്തിൽ അങ്ങനെ ഒരു ആയുധ വ്യാപാരത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഈ ആയുധ വിൽപ്പനയിൽ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്കയുടെ ഫണ്ടിങ് ഉള്ളത്. അതായത് ആയുധം പണം കൊടുക്കുന്നില്ല, മറിച്ച് ആയുധം ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുകയാണ്, അത് സൗജന്യമായി നൽകുകയാണ്. അമേരിക്കയുടെ തന്നെ ബജറ്റിൽ നിന്നാണ് ആ സഹായം ചെയ്യുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങൾ, സഖ്യരാജ്യങ്ങൾ, ഗൾഫിലെ ഇപ്പോൾ UAE അല്ലെങ്കിൽ ഖത്തർ, കുവൈറ്റ്, ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങേണ്ടി വരുന്ന നിലയാണ്. അതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ $8.6 ബില്യൺ, അതായത് 72,000 കോടി രൂപയുടെ ആയുധ വ്യാപാരമാണ് ഈ ഒരു സംഘർഷത്തിലൂടെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് വലിയ തോതിൽ അമേരിക്കൻ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. ഈ കമ്പനികൾക്കൊക്കെ തന്നെ പല കമ്പനികളിലും ട്രംപിനോ ട്രംപിൻ്റെ ബന്ധുക്കൾക്കോ പങ്കുണ്ട് എന്ന് പറയുന്നു. ലോക്ഹീഡ് മാർട്ടിൻ അല്ലെങ്കിൽ ബോയിങ്, RDX പോലുള്ള പല കമ്പനികൾ, ഈ ആയുധ കമ്പനികളിൽ ട്രംപിനോ ട്രംപിൻ്റെ ബന്ധുക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ പങ്കാളിത്തമുണ്ട്, ഓഹരിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ട്രംപിൻ്റെ കാര്യത്തിൽ തന്നെ നേരത്തെ ആയുധ ഇടപാട് നടത്തിയിട്ടുള്ള ഒരു വലിയ നേതാവാണ്. അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തുന്ന ആളാണ്. അങ്ങനെ ഉള്ള ട്രംപ് ഇതിൽ വലിയ ലാഭം കാണുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഈ പ്രതിഷേധം അവഗണിച്ച് സൈനിക സഹായം അമേരിക്കൻ നികുതിപ്പണം ഉപയോഗിച്ച് നൽകുന്നതിൽ അമേരിക്കയിലെ ജനതയിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ എതിർപ്പുമായി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ US സെനറ്റിലെ 47 ഡെമോക്രാറ്റുകളിൽ 40 പേരും ഇസ്രായേലിന് ഇങ്ങനെ സൗജന്യമായി ആയുധ വിൽപ്പന നടത്തുന്നതിനെ എതിർക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആയുധ വ്യാപാരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം അതാണ് ആദ്യത്തെ ഒരു സംഘർഷമായി നമ്മൾ ഈ ഇപ്പോഴുള്ള യുദ്ധത്തിന് അടിസ്ഥാനമായി പരിഗണിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ശേഷം മാത്രം $21.7 ബില്യൺ നേരിട്ടുള്ള സൈനിക സഹായം അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾക്കും ഇങ്ങനെയുള്ള സൈനിക ഉപകരണങ്ങൾ വിൽക്കുന്നുണ്ട്. പാട്രിയറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഖത്തറിന് നൽകുന്ന ഈ സംവിധാനം ബാലസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആകാശത്ത് വെച്ച് തകർക്കാൻ ശേഷിയുള്ളതാണ്. ഏകദേശം $4 ബില്യൺ ഈ കരാർ. അതായത് ഖത്തർ $4 ബില്യൺ അമേരിക്കയ്ക്ക് നൽകി ഈ ഉപകരണങ്ങൾ വാങ്ങുന്നു എന്നത് തന്നെയാണ്. അവരുടെ ആഭ്യന്തര സുരക്ഷ കൂടി അമേരിക്ക അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ആഭ്യന്തര സുരക്ഷ കൂടി കരുതി ഈ സംവിധാനം വാങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ എണ്ണ വിൽപ്പന നടത്തി സമ്പത്തുണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വാങ്ങാതെ മറ്റു മാർഗമില്ല. ഒരു ദ്വിമുഖ തന്ത്രമാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരം കരാറുകളുണ്ട്. അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്നുള്ളത് ഈ സഖ്യകക്ഷികളുമായുള്ള കരാറിലുണ്ട്. പാട്രിയറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, ഖത്തർ നൽകുന്ന ഈ സംവിധാനം ബലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആകാശത്ത് വെച്ച് തകർക്കാൻ ശേഷിയുള്ളവയാണ്. $4 ബില്യൺ ഈ കരാറുകളിലൊന്ന്. ഒപ്പം ലേസർ ഗൈഡഡ് വെപ്പൺസ് ഉണ്ടാകും. ഇസ്രായേലിന് $992 മില്യൺ, അതായത് 8,200 കോടി രൂപയുടെ നൽകുന്നുണ്ട്. അത്തരത്തിൽ അത്യാധുനിക ആയുധങ്ങൾ ഈ സഖ്യകക്ഷികൾക്ക് നൽകിക്കൊണ്ടാണ് അമേരിക്ക തങ്ങളുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. തുടരുക വിനോദ്. അതിലും വലിയ പ്രധാനപ്പെട്ട മറ്റു കാര്യം, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.